അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഖുർആൻ പഠനം 1355, സൂറത്ത് ഹൂദ് 17-ാം സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أفمن كان على بينة من ربه ويتلوه شاهد منه ومن قبله كتاب موسى إماما ورحمة أولئك يؤمنون به ومن يكفر به من الأحزاب فالنار موعده فلا تك في مرية منه إنه الحق من ربك ولكن أكثر الناس لا يؤمنون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. أفمن كان على بينة من ربه, ഒരാൾ തന്റെ നാഥനിൽ നിന്നുള്ള തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുന്നു. വയത്തിലൂഹു ഷാഹിദും മിൻഹു, അതിനെ തുടർന്ന് ഒരു സാക്ഷി അവന് വരികയും ചെയ്തു. ഒമിൻ ഖബ്ലിഹി കിതാബ് മൂസ ഇമാമം വറഹ്മ, അതിനു മുമ്പ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഗ്രന്ഥം മാതൃകയും കാരുണ്യവുമായിക്കൊണ്ട് അവന് വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളയാൾ ദുനിയാവിനെ പ്രേമിച്ച് അത് തന്നെ ലക്ഷ്യമാക്കി നടന്നവനെ പോലെ ആകുമോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ആവില്ല എന്നർത്ഥം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഉലൈക യുഅ്മിനൂന ബിഹി, അവർ ആ ഖുർആൻ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. വമൻ യക്ഫുറു ബിഹി മിനൽ അഹ്സാബി, ഏതു വിഭാഗത്തിൽ നിന്ന് ആ ഖുർആനിനെ ആരെങ്കിലും നിഷേധിച്ചാലും ഫന്നാറു മൗഇദുഹു, അവന്റെ ബാധ്യത സ്ഥാനം നരകമാകുന്നു. ഫലാ തകു ഫീ മിരിയത്തിൻ മിൻഹു, അതിനാൽ ഖുർആനെ സംബന്ധിച്ച് അങ്ങ് സംശയത്തിലാവരുത്. ഇന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിക്, നിശ്ചയം അത് അങ്ങയുടെ നാഥനിൽ നിന്നുള്ള സത്യമാണ്. വലാകിന്ന അക്സറന്നാസി ലാ യുഅ്മിനൂൻ, പക്ഷേ ജനങ്ങളിൽ മിക്കവരും സത്യവിശ്വാസം സ്വീകരിക്കുന്നില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ ആധികാരികത സ്ഥിരീകരിച്ചുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വത്തിന്റെ അനിവാര്യത സൂചിപ്പിച്ചുകൊണ്ടുമാണ് കഴിഞ്ഞ സൂക്തത്തിൽ വിശദീകരിച്ച മൻകാന യുരീദുൽ ഹയാത്തദ് ദുനിയ വ സീനതഹാ നുവഫി ഇലൈഹിം അഅമാലഹും, ഭൗതിക ജീവിതവും അതേപോലെ തന്നെ അതിന്റെ പ്രൗഢിയുമൊക്കെയാണ് ഒരാളുടെ ലക്ഷ്യമെങ്കിൽ അത് ഭൗതിക ലോകത്ത് നമ്മൾ അവന് നൽകുകയും എന്നിട്ട് പരലോകത്ത് നരകത്തിലേക്ക് അവനെ മാറ്റുകയും ചെയ്യും. ആഖിറത്തിൽ യാതൊരു വിധത്തിലുള്ള സന്തോഷത്തിന്റെയും സാഹചര്യങ്ങൾ അവനെ കാത്തിരിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നുവല്ലോ. അതിന്റെ തുടർച്ചയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് ഇവിടെ അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേകമായിട്ടുള്ള തെളിവുകൾ വന്നു ലഭിക്കുകയും എന്നിട്ട് ആ തെളിവുകളുടെ സ്ഥിരീകരണം എന്നോണം അതിന് സാക്ഷിയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ നൽകുകയും ചെയ്ത് നേരത്തെ തന്നെ മൂസാ നബി അലൈഹിസ്സലാമിന് നൽകിയ തൗറാത്ത് സമൂഹത്തിന് മാർഗദർശനമാവുകയും കാരുണ്യമാവുകയും ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആ തൗറാത്തും ഈ ഖുർആനിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ ഖുർആനിനെ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞതുപോലെ ദുനിയാപൂജകരെ പോലെയാകുമോ? ഒരിക്കലും രണ്ടു കൂട്ടരും സമമല്ല. ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുനിയാവിൽ മാത്രമാണ് പ്രൗഢി, ഭൗതിക ജീവിതത്തിൽ മാത്രമാണ് അവർക്ക് അഡ്രസ് ഉള്ളത്. പാരത്രിക ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ അതിഗുരുതരമായ ശിക്ഷകൾ ഏറ്റുവാങ്ങി അവഗണനയുടെ വല്ലാത്ത സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഹതഭാഗ്യരായിരിക്കും അവർ. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാരത്രിക ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും അങ്ങേയറ്റത്തെ ആദരവിന്റെയും അംഗീകാരത്തിന്റെയും വല്ലാത്ത സന്തോഷകരമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടേയിരിക്കും.
അതുകൊണ്ട് തന്നെ ആ ഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ വിശുദ്ധ ഖുർആൻ വിശ്വസിക്കുന്നവരാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കുന്നവരാണ്. ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും അവർ ജീവിതം കഴിച്ചുകൂട്ടുന്നവരുമാണ്. എന്നാൽ അവിശ്വാസി സമൂഹത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയോ ഖുർആനെയോ നിഷേധിച്ചു തള്ളിക്കൊണ്ട് മുന്നോട്ടു പോകുന്നവർക്ക് വാഗ്ദത്ത സ്ഥലം അത് ജഹന്നം എന്ന നരകമാകുന്നു. അഥവാ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുന്നത് അവിടെയാണ്. അതുകൊണ്ട് ഖുർആന്റെ സത്യസന്ധതയോ ആധികാരികതയോ ഒരിക്കലും സംശയിക്കേണ്ടതില്ല. എന്നാൽ മിക്ക ജനങ്ങളും ആ ഖുർആനിന്റെ സത്യസന്ധതയും അതിന്റെ ദൈവികതയും ഉൾക്കൊണ്ടുകൊണ്ട് ആ ഖുർആനിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തുന്നതിനു പകരം അവർ ഖുർആനിനെ അവഗണിച്ച് അതിനെ നിരാകരിച്ച് തള്ളിക്കളഞ്ഞ് അബദ്ധത്തിൽ നിന്ന് അബദ്ധത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിധിവൈപരീത്യമാണ് കാണാൻ സാധിക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂക്തത്തിലൂടെ നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ഇവിടെ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധ ഖുർആനിന്റെ ആധികാരികത നമുക്ക് മനസ്സിലായാൽ ആ ഖുർആനിന്റെ നിർദ്ദേശങ്ങളും ആ ഖുർആനിന്റെ ഉപദേശങ്ങളും ജീവിതത്തിന്റെ ഓരോ മേഖലയിലും നമുക്ക് വഴികാട്ടികളാവണം. ആ ഖുർആനിനെ സ്വീകരിക്കാനും അതിനെ സ്വാംശീകരിക്കാനും ഇസ്ലാം വെച്ചിട്ടുള്ള മാർഗങ്ങളിലൂടെ തന്നെ ആ ഖുർആനിനെ സ്വീകരിക്കുന്ന അതിനെ മാതൃകയാക്കുന്ന സ്വഭാവത്തിൽ നിന്ന് അശേഷം പുറകോട്ടു പോകാത്ത ഒരു ശൈലി നമുക്കുണ്ടാവണം. വിശുദ്ധ ഖുർആനിനെ അംഗീകരിക്കുകയും അതിന്റെ നിയമങ്ങളും വിധിവിലക്കുകളും പാലിക്കുകയും ചെയ്ത് ജീവിക്കുന്നവർക്കാണ് അല്ലാഹു തആല പാരത്രിക ജീവിതത്തിൽ സൗഭാഗ്യങ്ങളായ സൗഭാഗ്യങ്ങളെല്ലാം അനുവദിച്ചു തന്നിട്ടുള്ളത് എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഹാനരായ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം. യുഖ്ബിറു തആല അൻ ഹാലിൽ മുഅ്മിനീന അല്ലദീന ഹും അലാ ഫിത്രത്തില്ലാഹി അല്ലതി ഫത്തറ അലൈഹാ ഇബാദ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മനുഷ്യരെയും സത്യം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പരുവത്തിലും പാകതയിലുമാണ് സൃഷ്ടിക്കുന്നത്. ആരും ഇവിടെ ജനിക്കുമ്പോൾ നിഷേധത്തിന്റെ സ്വഭാവത്തിലായിട്ട് ജനിക്കുന്നില്ല. മറിച്ച് അവന്റെ മനസ്സ് എംപ്റ്റിയാണ്, ഖാലിയായ മനസ്സാണ് അവന്റേത്. അതിലേക്ക് എന്താണോ ഇനി സന്നിവേശിപ്പിക്കുന്നതെങ്കിൽ ആ സന്നിവേശിപ്പിക്കുന്നത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രത്യേക പ്രവണതയായിരിക്കും അവനുണ്ടാവുക. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം നമ്മുടെ മക്കളുടെ പരിസരം അത് ഇസ്ലാമിന്റേതായിട്ടുള്ള ശരിയായ സ്വഭാവം ഉൾക്കൊള്ളാനുള്ള ആ ഒരു സാഹചര്യം തന്നെ നിലനിർത്തി മുന്നോട്ട് പോകുന്ന അവസരമുണ്ടാകണമെന്ന് പറയുന്നത്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെല്ലാം സത്യം സ്വീകരിക്കാനുള്ള പാകതയിലാണ് പഠിച്ചിട്ടുള്ളത്. അതെന്താണ് ആ സത്യം? മിനൽ ഇഅ്തിറാഫി ലഹു ബിഅന്നഹു ലാ ഇലാഹ ഇല്ലാഹു, ആരാധിക്കപ്പെടാൻ അർഹൻ അല്ലാഹു മാത്രം, ഒന്നിലധികം ദൈവങ്ങൾ ലോകത്തില്ല എന്ന വസ്തുതാപരമായ സമീപനം. ആ സമീപനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ആ ആശയം ഉൾക്കൊള്ളാവുന്ന പരുവത്തിലും പാകതയിലുമാണ് അല്ലാഹു തആല എല്ലാവരെയും സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ ആ സൃഷ്ടിച്ച സാഹചര്യത്തെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ, അതൊന്നുകൂടി നമുക്ക് നമ്മുടെ മനസ്സിൽ ബോധ്യപ്പെടുത്തി തരാൻ അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ട് അതിനു വേണ്ട ഒരു പിന്തുണയും പിൻബലവും നമുക്ക് നൽകുകയും ചെയ്തു. എന്നിട്ട് ആ പിൻബലം നൽകിയ ഖുർആനിനെ സ്വീകരിച്ചും അത് നമുക്ക് വിശദീകരിക്കാൻ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ചും നമ്മൾ മുന്നോട്ട് പോയാൽ കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞതുപോലെ ദുനിയാവിന്റെ പ്രൗഢിയിൽ മാത്രം സന്തോഷം കണ്ടെത്തുന്ന ഹതഭാഗ്യരായ ആളുകളുടെ ദുരന്തം നമുക്ക് വരില്ല എന്ന് തന്നെയാണ് ഇവിടെ അല്ലാഹു തആല ഉണർത്തുന്നത്. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറയുന്നു, ഫി സഹീഹൈനി അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, മുത്തനബി പറഞ്ഞതായി, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ കുട്ടിയും പ്രസവിക്കപ്പെടുന്നത് സത്യം സ്വീകരിക്കാനുള്ള പാകതയിലാണ്. ഫഅബവാഹു യുഹബ്ബിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി, അവന്റെ പാരന്റ്സാണ് അവനെ യഹൂദിയോ നസ്രാനിയോ അല്ലെങ്കിൽ മജൂസിയോ ഒക്കെ ആക്കി തീർക്കുന്നത്. അപ്പൊ ഈ ലോകത്ത് ഓരോ ജീവികൾക്കും പ്രകൃതിപരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു സംഗതി ഉണ്ട്. അതിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ലത് സ്വീകരിക്കാൻ പറ്റുന്ന പരുവത്തിലും പാകതയിലുമാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. എന്നാൽ പിന്നീടുള്ള അവന്റെ സാഹചര്യങ്ങൾ അവനെ പലപ്പോഴും വഴികളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾ മോശമാകാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ശ്രദ്ധയും ശ്രമവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഉണർത്തുന്നത് എന്നർത്ഥം.
ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇബ്നു കസീർ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അയ്യാദ് ബിൻ ഹമ്മാർ റളിയല്ലാഹു അൻഹു പറയാൻ, യഖൂലുല്ലാഹു തആല, അല്ലാഹു പറയുന്നതായിട്ട് നബി തങ്ങൾ പറയുന്നു, ഇന്നി ഖലഖ്തു ഇബാദി ഹുനഫാ, ശരിയായ റൂട്ട് സ്വീകരിക്കാൻ പറ്റുന്ന പരുവത്തിലാണ് എന്റെ അടിമകളെ ഞാൻ സൃഷ്ടിക്കുന്നത്. അതാണ് ഫജാഅത്തുഹും ശയാത്തീൻ, പിശാചുക്കൾ അവരെ സമീപിക്കുകയും ഫജ്താലത്തുഹും അൻ ദീനിഹിം വഹറമത് അലൈഹിം മാ അഹ്ലൽതു ലഹും, എന്നിട്ട് അവരുടെ മതത്തിന്റെ ശരിയായ ശൈലിയിൽ നിന്ന് പിശാചുക്കൾ അവരെ തെറ്റിച്ചു കൊണ്ടുപോവുകയും ഞാൻ അവർക്ക് അനുവദനീയമാക്കിയത് പലതും ഹറാമാണെന്ന് പ്രഖ്യാപിച്ച് പിശാച് അവന്റെ ഇംഗിതത്തിന് വഴങ്ങാൻ പറ്റും വിധത്തിൽ മനുഷ്യനെ മാറ്റുകയും ചെയ്യുന്നുണ്ട് എന്ന്. അപ്പൊ നമ്മളിവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള ഇസ്ലാമിന്റെ ആശയങ്ങളെ, അതിന്റെ ആധികാരികതയെ ഒരിക്കലും തന്നെ നമുക്ക് കൈമോശം വന്നു പോകാതിരിക്കാൻ ആവശ്യമായ പ്രത്യേക മുൻകരുതലും അതിനാവശ്യമായിട്ടുള്ള ജാഗ്രതയും പാലിക്കണം എന്നാണ് അല്ലാഹു ഇവിടെ ഉണർത്തുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ അഫമൻ കാന അലാ ബയ്യിനത്തിൻ മിർ റബ്ബിഹി, അപ്പോൾ ഒരാൾ തന്റെ നാഥനിൽ നിന്നുള്ള തെളിവിനെ അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാവുന്നു. വയത്ലൂഹു ഷാഹിദും മിൻഹു, അവന് അള്ളാഹുവിൽ നിന്ന് ഒരു സാക്ഷി തുടർന്നു വരികയും ചെയ്യുന്നു. സത്യം സ്വീകരിക്കാൻ പറ്റിയ പരുവത്തിലാണ് അവൻ ഉള്ളത്. അതോടൊപ്പം തന്നെ അതിനെ സാംശീകരിക്കാൻ പറ്റും വിധത്തിൽ ഒരു സാക്ഷി അവന് തുടർന്നു വരുന്നു. ഏതാണ് ഈ സാക്ഷി എന്ന് പറയുന്നത്? അല്ലാഹു തആല പല അഭിപ്രായങ്ങൾ അവിടെയുണ്ട്. ഒന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, വജാഅഹു ഷാഹിദും മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന് സാക്ഷി അവന് വരുന്നു. ഹുമാ ഔഹാഹു ഇലൽ അംബിയാഇ മിനശ്ശറായിഇൽ മുതഹ്ഹറത്തിൽ മുകമ്മിലത്തിൽ മുഅല്ലമത്തിൽ മുഖ്തതമത്തി ബിശരീഅത്തി മുഹമ്മദിൻ സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹി വഅലൈഹിം അജ്മഈൻ. അവർക്ക് വരുന്ന സാക്ഷി എന്ന് പറയുന്നത് അല്ലാഹു തആല അമ്പിയാക്കൾക്ക് നൽകുന്ന വഹയാണ്, അവർക്ക് നൽകുന്ന ദിവ്യബോധനമാണ്. ആ ദിവ്യബോധനം അവരുടെ ഈ ശരിയായ അവസ്ഥ സ്വീകരിക്കാനുള്ള കാഴ്ചപ്പാടിനെ തുടർന്ന് അവർക്ക് വരുന്നു. അങ്ങനെ ആ അവസ്ഥ തുടർന്നു വരുമ്പോൾ സാക്ഷി എന്ന് പറഞ്ഞത് ഒന്ന് വഹയാണ് എന്നാണ് അഭിപ്രായം. മറ്റൊരു അഭിപ്രായം ഇന്നഹു ജിബ്രീൽ അലൈഹിസ്സലാം, അത് ജിബ്രീൽ അലൈഹിസ്സലാമാണെന്നാണ്. മറ്റൊരു അഭിപ്രായം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്നാണ്. അതെല്ലാം ഏറെക്കുറെ ഒരേ ആശയം തന്നെ സൂചിപ്പിക്കുന്നുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നത്. കാരണം എന്താ, അന്ന കുല്ലം മിൻ ജിബ്രീലോ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹിമാ വസലാമുഹു, ജിബ്രീൽ അലൈഹിസ്സലാം ആയാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളായാലും ബല്ലഗ റിസാലത്തല്ലാഹ്, അള്ളാഹുവിന്റെ സന്ദേശമാണല്ലോ എത്തിച്ചു തരുന്നത്. ഫജിബ്രീലു ഇലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ അലൈഹിസ്സലാം നബിതങ്ങളിലേക്ക് സന്ദേശം എത്തിക്കുന്നു. മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ ഉമ്മ, നബിതങ്ങൾ നമ്മിലേക്കും സന്ദേശം എത്തിക്കുന്നു. അപ്പോ വഹയാണ് ഇവിടുത്തെ സാക്ഷി എന്ന് പറഞ്ഞാലും, നബി സല്ലല്ലാഹു തങ്ങളാണ് സാക്ഷി എന്ന് പറഞ്ഞാലും, ജിബ്രീൽ അലൈഹിസ്സലാമാണ് സാക്ഷി എന്ന് പറഞ്ഞാലും ഏറെക്കുറെ ആശയം ഒരേ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ശരിയായ ആശയം ഉൾക്കൊള്ളാൻ പറ്റുന്ന പരുവത്തിൽ അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിക്കുകയും ആ ശരിയായ ആശയം അവൻ ഉൾക്കൊണ്ട് ജീവിക്കുകയും അതോടൊപ്പം അതിനെ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള സാക്ഷി അവർക്ക് വരികയും ചെയ്തു. അതോടൊപ്പം തന്നെ ഒമിൻ ഖബലിഹി കിതാബു മൂസ, ഈ ഖുർആൻ വരുന്നതിന് മുമ്പ് തന്നെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഗ്രന്ഥം ഇവിടെയുണ്ട്. അതായത് തൗറാത്ത്, ഇമാമം വറഹ്മത്തൻ, മാതൃകയും അതേപോലെ കാരുണ്യവുമായിക്കൊണ്ട്. അതായത് മുൻകാലത്ത് വന്ന തൗറാത്ത് എന്ന ഗ്രന്ഥം അതും ആളുകൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന പരുവത്തിലും അതേപോലെ സമൂഹത്തിന് അനുഗ്രഹമായിക്കൊണ്ടും അള്ളാഹു അവതരിപ്പിച്ചതായിരുന്നു. എന്നാൽ ആ അവതരിപ്പിച്ച ആ തൗറാത്തിനെ ശരിയായ വണ്ണം ഉൾക്കൊണ്ടിരുന്ന ആളുകളാണെങ്കിൽ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ല. കാരണം എന്താ, ആ തൗറാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി ഉപന്യസിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ തൗറാത്ത് നന്നായി അപഗ്രഥിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അള്ളാഹുവിന്റെ തെളിവിന്റെ മേലിൽ നിലകൊള്ളുകയും അവർക്കതിനെ തുടർന്ന് സാക്ഷി വരികയും ചെയ്തിട്ടുള്ള ആളുകൾ ഉലൈക യുഅ്മിനൂന ബിഹി, അവർ ആ ഖുർആൻ വിശ്വസിക്കുന്നവരാണ്. ആ ഖുർആൻ വിശ്വസിക്കുന്നവരാണ് അവർ. അവർക്കൊരിക്കലും തന്നെ ദുനിയാവിന്റെ പ്രേമവുമായി നടക്കുന്നവരെ പോലത്തെ ദയനീയമായ സാഹചര്യം അള്ളാഹു പരലോകത്ത് കണക്കാക്കുന്നില്ല എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. എന്നിട്ട് ഖുർആൻ ثم قال تعالى متوعدا لمن كذب بالقرآن أو بشيء منه, പിന്നീട് അള്ളാഹു ഖുർആനിനെയോ അല്ലെങ്കിൽ ഖുർആനിലെ ഏതെങ്കിലും ഒരു കാര്യത്തെയോ നിഷേധിക്കുന്നവരെ
താക്കീത് ചെയ്തുകൊണ്ട് അല്ലാഹു പറഞ്ഞു മയ്യക്ഫുറു ബിഹി മിനൽ അഹ്സാബി, സംഘങ്ങളിൽ നിന്ന് ആരെങ്കിലും ഖുർആനിനെ നിഷേധിച്ചാൽ ഫന്നാറു മൗഇദുഹു, അവന്റെ വാഗ്ദത്ത സ്ഥാനം അത് നരകമാകുന്നു എന്ന് പറഞ്ഞാൽ ലോകത്ത് ജീവിക്കുന്ന ആരോ ആവട്ടെ, അവ വേദക്കാരാവാം, മുശ്രിക്കുകളാവാം, അല്ലാത്ത ആളുകളാവാം, മനുഷ്യ സമൂഹത്തിൽ നിന്ന് ഖുർആൻ വന്നതിനു ശേഷം ലോകത്തിന്റെ ഏത് മുക്കുമൂലയിൽ ജീവിക്കുന്ന മനുഷ്യനും ആ ഖുർആനിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചും കേട്ടിട്ട് ആ റസൂലുള്ളാഹിനെ സ്വീകരിക്കാതെയും ഖുർആനിന്റെ ആശയം ഉൾക്കൊള്ളാതെയും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ മുന്നോട്ട് പോകുന്ന ആളുകളോടൊക്കെ അല്ലാഹു താക്കീദിന്റെ സ്വരത്തിൽ പറയുന്നതാണ് മയ്യക്ഫുറു ബിഹി മിനൽ അഹ്സാബി, സൈന്യങ്ങളിൽ നിന്ന്. അതായത് പല സംഘങ്ങളുണ്ടല്ലോ, ഇസ്ലാമിന്റെ വിരോധികൾ, അതേപോലെ തന്നെ നബിതങ്ങളെ നിഷേധിക്കുന്നവർ, പല കാറ്റഗറിയിലായിട്ട് അറിയപ്പെടുന്നവരുണ്ട്. അവരെല്ലാവരും ഖുർആനെ നിഷേധിച്ചാൽ ഫന്നാറു മൗഇദുഹു, അവരുടെ വാഗ്ദത്ത സ്ഥാനം നരകമാകുന്നു എന്ന് പറഞ്ഞാൽ അവരൊക്കെ നരകത്തിന് അർഹരായി തീരും. അവൻ ഏത് നാട്ടുകാരനായാലും ഏത് ചിന്താഗതിക്കാരനായാലും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു അവൻ കഫറ ബിൽ ഖുർആനി മിൻ സായിരി അഹ്ലിൽ അർളി മുശ്രിക്കീഹിം അഹ്ലിൽ കിതാബി വഗൈരിഹിം, മുശ്രിക്കുകളാവട്ടെ, വേദക്കാരാവട്ടെ, അല്ലാത്തവരാവട്ടെ, ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള ആളുകളും അലഖ്തിലാഫി അൽവാനിഹിം വ അഷ്കാലിഹിം വ അജ്നാസിഹിം, അവരുടെ ദേശ ഭാഷ അതേപോലെ തന്നെ ശൈലി വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ച് ആരായാലും മിമ്മൻ ബലഗഹുൽ ഖുർആൻ, ഖുർആന്റെ സന്ദേശം അവന് വന്നു കിട്ടിയതിനു ശേഷം ആ ഖുർആനിനെ ആരെങ്കിലും നിഷേധിച്ചാൽ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരിലേക്കും റസൂലായിട്ട് വന്നതാണ്. ഖുർആനിൽ തന്നെ സൂറത്തുൽ അറാഫിൽ അല്ലാഹു പറഞ്ഞല്ലോ 158-ാമത്തെ ആയത്തിൽ ഖുൽ യാ അയ്യുഹന്നാസു ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീആ, ജനങ്ങളെ ഞാൻ നിങ്ങളിലേക്കെല്ലാം അള്ളാഹുവിന്റെ ദൂതനായിട്ട് വന്ന ആളാണ്, അതുകൊണ്ട് എന്റെ മെസ്സേജ് നിങ്ങളെല്ലാവരും സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി സൂറത്തുൽ അറാഫിന്റെ 158-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ടിവിടെ ഖുർആൻ ആരെങ്കിലും നിഷേധിച്ചാൽ എന്ന് പറഞ്ഞത് ഖുർആൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നബി സല്ലല്ലാഹു തങ്ങൾ വന്നു എന്ന് അറിഞ്ഞിട്ട് അതിനെ സ്വീകരിക്കാതെ പോയവർക്കാർക്കും പിന്നെ യാതൊരു എക്സ്ക്യൂസും ഇല്ല എന്നാണ്. ഇബ്നു കസീർ ഇവിടെ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. അബൂ മൂസ അശ്ശഅരി റളിയല്ലാഹു അൻഹു പറയാണ് നബി സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞതായി വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവിനെ തന്നെ സത്യം, ലാ യസ്മഉ ബി അഹദും മിൻ ഹാദിഹിൽ ഉമ്മ, ഈ സമൂഹത്തിലെ ആരും എന്നെക്കുറിച്ച് കേൾക്കുകയില്ല, യഹൂദിയുൻ നസറാനിയുൻ, അവൻ ആരോ ആവട്ടെ, ആരായാലും അവൻ എന്നെക്കുറിച്ച് കേൾക്കുകയില്ല, സുമ്മ ലാ യുഅ്മിനു ബി, എന്നിട്ട് എന്നെ കൊണ്ട് വിശ്വസിക്കാതിരുന്നാൽ ഇല്ലാ ദഖലന്നാർ, നരകത്തിൽ കടക്കാതിരിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് കേട്ടിട്ട് റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കാത്ത ഏത് മനുഷ്യനായാലും അവൻ നരകത്തിന് അർഹനാണ്. അതാണ് ഫന്നാറു മൗഇദുഹു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ഇബ്നു കസീർ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരിലേക്കും റസൂലായി വന്നവരാണ് എന്ന് വരുമ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊള്ളാതെ, തങ്ങളെ സ്വീകരിക്കാതെ, തങ്ങളെ വിശ്വസിക്കാതെ മുന്നോട്ട് പോകുന്നവരെല്ലാം തന്നെ യഥാർത്ഥത്തിൽ പരലോകത്ത് വലിയ പരാജയത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നവരാണ്. അതാണ് ഉമയ്യക്ഫുറു ബിഹി, ഖുർആൻ ആരെങ്കിലും നിഷേധിച്ചാൽ മിനൽ അഹ്സാബി, വിവിധ സൈന്യങ്ങളിൽ നിന്ന്, സംഘങ്ങളിൽ നിന്ന് ആര് നിഷേധിച്ചാലും ഫന്നാറു മൗഇദുഹു, അവന്റെ വാഗ്ദത്ത സ്ഥലം അത് നരകമാണ്. ഫലാ തകുഫി മിരിയത്തിൻ മിൻഹു, അതുകൊണ്ട് നബിയെ തങ്ങൾ ഖുർആനിനെ സംബന്ധിച്ച് സംശയാലുവാവരുത്. ഇന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിക്, നിശ്ചയം അത് തങ്ങളുടെ നാഥനിൽ നിന്നുള്ള സത്യമാണ്. തങ്ങളുടെ നാഥനിൽ നിന്നുള്ള സത്യമാണ് ഖുർആൻ. ആ ഖുർആൻ എന്ന സത്യത്തെ നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നവരാരായാലും അവർക്ക് രക്ഷപ്പെടാനുള്ള യാതൊരു പഴുതും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയില്ല എന്ന കടുത്ത താക്കീത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തങ്ങൾ സംശയാലുവാവരുത് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റസൂലിന് എന്തോ സംശയമുണ്ടെന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ബാക്കിയുള്ള ജനത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നോക്കൂ, വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയാണ് എന്ത്, അത് അള്ളാഹുവിൽ നിന്നുള്ള സത്യമാണ്. വലാകിന്ന അക്സറന്നാസി ലാ യുഅ്മിനൂൻ, പക്ഷേ ജനങ്ങളിൽ അധിക പേരും അത് വിശ്വസിക്കുന്നില്ല. സത്യവിശ്വാസത്തിന്റെ രാജവീതിയിലേക്ക് കടന്നു വരാൻ ഒരു മനുഷ്യന് തെളിവായി എമ്പാടും ഖുർആൻ മതിയെന്നിരിക്കെ ആ ഖുർആനിന്റെ ഉത്ബോധനങ്ങൾ വന്നു കിട്ടിയിട്ടും ഖുർആനിന്റെ മെസ്സേജുകൾ അവന് അനുഭവിക്കാനുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും വിശ്വാസത്തിലേക്ക് വരാത്തവൻ
അവൻ വലിയ പരാജയത്തിലാണ് എന്ന് അല്ലാഹു തആല ഉണർത്തുന്നു. അല്ലാഹു നമ്മളെ ശരിയായ വിശ്വാസികളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.